കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂർ MLA കൂടിയായ മുഹമ്മദ് റിയാസിന്റെ കോട്ടൂളിലെ വീട്ടിലുമടക്കം EDയുടെ നേതൃത്വത്തിൽ വലിയ റെയ്ഡ് നടന്നിരുന്നു. 12 ഇടത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ മകൾ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ കൂടിയായ വീണ വിജയൻ മായി ബന്ധപ്പെട്ട ഒരു കേസിനകത്താണ് ഇത്തരത്തിൽ റെയ്ഡ് നടന്നത്. എന്നാൽ ആ റെയ്ഡിന് ശേഷം നമ്മൾ തിരുവനന്തപുരം നഗരത്തിലടക്കം കണ്ടത് വലിയ അക്രമ സംഭവങ്ങളാണ്. EDയുടെ വാഹനം തല്ലി തകർക്കുന്നു. EDയുടെ വാഹനം ഓടിച്ച ഡ്രൈവറുടെ കണ്ണിന് പരിക്കേൽക്കുന്നു. അതോടൊപ്പം തന്നെ ED ഉദ്യോഗസ്ഥർക്ക് നേരെ രൂക്ഷമായ ആക്രോശവുമായി പാഞ്ഞിറക്കുന്നു. തിരുവനന്തപുരത്തെ CPMന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ചീമുട്ടയേറുണ്ടാവുന്നു. കോഴിക്കോട് നഗരത്തിൽ വലിയ പ്രകടനം നടന്ന ജില്ലാ സെക്രട്ടറി M മെഹബൂബ് അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. കണ്ണൂരിൽ വലിയ പ്രതിഷേധം അരങ്ങേറുന്നു. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും പലയിടത്തും CPMന്റെയും വർഗബഹുജന സംഘടനകളെയും നേതൃത്വത്തിൽ നടന്ന പല പ്രതിഷേധ പരിപാടികളും അക്രമാസക്തമാകുന്ന ഇത് നമ്മൾ കണ്ടു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കേസെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥർക്കെതിരെ വധിക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പുകൾ ചുമത്തിയാണ് CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. പലരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ കേസിനകത്തു നിന്നും ഊരിപ്പോരുക എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമാണ്? ഒരിക്കലുമല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല CPMന്. CPM ഇതൊരു വലിയ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം എങ്ങനെ തിരിച്ചു വരണം, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് എങ്ങനെ രാഷ്ട്രീയമായി തിരിച്ചു വരണമെന്ന് നോക്കുമ്പോൾ ഇനി സമരങ്ങളിലൂടെ മാത്രമേ അവർക്ക് തിരികെ വരാനാകൂ ഇന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാം. പാർട്ടിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള പാർട്ടിക്കകത്ത് തന്നെ പിണറായി വിജയനെതിരെ വലിയൊരു വികാരം ഉടലെടുക്കുന്നു. ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ED റെയ്ഡ്, വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ അല്ലെങ്കിൽ ആരോപണമുള്ള കേസിൽ ED റെയ്ഡുമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും തിരുവനന്തപുരത്തെ വീട്ടിലുമൊക്കെ റെയ്ഡ് നടക്കുന്നത്. അതിൽ വലിയ പ്രതിഷേധം ഉയരുകയുണ്ടായി. അല്ലെങ്കിൽ പ്രതിഷേധ സമയത്ത് CPM വിചാരിച്ചിരുന്നത് ഇത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താം. CPM EDക്കെതിരെ അല്ലെങ്കിൽ ED റെയ്ഡിനെതിരെ BJPയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാരയാണ് എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് അത് തിരിച്ചു വരാനുള്ള ഒരു വലിയ ആയുധമായി ഉപയോഗിക്കാമെന്ന് കരുതുന്നത് ശരിയാണ്. രാഷ്ട്രീയമായി വ്യക്തമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധം തന്നെയായിരുന്നു. സമരങ്ങളുമായി മുതിർന്ന നേതാക്കൾ അടക്കം തെരുവിലുണ്ടായിരുന്നു. വലിയ രീതിയിൽ പാർട്ടിയിൽ ഒരു ഐക്യമുണ്ട്, അല്ലെങ്കിൽ ഐക്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷെ പാളിയത് എവിടെയാണെന്ന് വെച്ചാൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിന് അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആ സംഘർഷത്തിലേക്ക് പോവുകയും അത് തിരുവനന്തപുരത്ത് നിന്നാണ് അത്തരമൊരു വലിയ സംഘർഷം ഉണ്ടാകുന്നത്. പക്ഷെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതിഷേധവുമായി വരുമ്പോൾ പോലും പ്രതിപക്ഷം പ്രതിഷേധവുമായി വരുന്നതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ അവിടെ അറസ്റ്റ് പോലും നടന്നിട്ടില്ല. അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, റെയ്ഡ് മാത്രമാണ് നടക്കുന്നത്. ED റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ആണ് ആ ഒരു ആക്രമണ സംഭവത്തിൽ അല്ലെങ്കിൽ ആ ഒരു സംഘർഷത്തിന്റെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസിൽ നിന്ന് ഊരി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാം, പൊതുമുതൽ നശിപ്പിക്കുന്ന കേസുകൾ, ഇത്തരം കേസുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ, ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ്, ആ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കേസുകൾ, ഇതൊന്നും അത്ര എളുപ്പത്തിൽ ഊരി വരാൻ കഴിയുന്നതല്ല. മറുവശത്ത് CPM എടുത്തൊരു നിലപാടുണ്ട്. CPMന്റെ ജോയി അടക്കം പറഞ്ഞത് എല്ലാവരും CPMന്റെ പ്രവർത്തകരല്ല, അല്ലെങ്കിൽ CPMന്റെ നേതാക്കളല്ല, പലരും പിണറായി വിജയനോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാണെന്ന്. അപ്പൊ CPM എത്ര പേരെ ചേർത്ത് നിർത്തും ഈ വിഷയത്തിൽ, എത്ര പേരെ തള്ളിക്കളയുന്ന ഒരു ചോദ്യമുണ്ട്. CPM എടുക്കുന്ന നിലപാട് ഏതെങ്കിലും വിധത്തിൽ ഇതിൽ നിന്ന് തടിയൂരുക എന്നതാണ് എങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് തടിയൂരുന്നതാണ് ഈ ഒരു അവസ്ഥയിൽ, ഈ നിലവിലെ സാഹചര്യത്തിൽ CPM പ്രതിരോധിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം അവർക്ക് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് എങ്ങനെയെങ്കിലും തടിയൂരുക എന്നാണെങ്കിൽ ജോയി എടുത്ത സ്റ്റാൻഡ് ആയിരിക്കും ബാക്കിയുള്ള നേതാക്കൾ ഇനി എടുക്കാൻ പോകുന്ന എന്നൊരു ചോദ്യമുണ്ട്. വന്നവരെല്ലാം പിണറായി വിജയനുള്ള സ്നേഹം കൊണ്ട് വന്നവരാണ്. വളരെ കുറച്ചുപേർ മാത്രമാണ് CPMക്കാർ എന്ന ഒരു ലേബൽ അല്ലെങ്കിൽ എന്നൊരു കാര്യം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയാണ് എങ്കിൽ അത് CPMന് ചിലപ്പോൾ തടിയൂരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ ഈ അകത്തായ അല്ലെങ്കിൽ കേസെടുത്തിരിക്കുന്ന പ്രവർത്തകർ എന്തായാലും കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്ര എളുപ്പമല്ല ഈ കേസിൽ നിന്ന് ഊരി വരിക എന്ന് പറയുന്നത്. മറുവശത്ത് ED റെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ED മുന്നോട്ട് പോകുമ്പോൾ, കേസുമായി മുന്നോട്ട് പോകുമ്പോൾ വീണ വിജയൻ കുടുങ്ങുകയാണെങ്കിൽ അപ്പോഴും ഈ CPM പ്രവർത്തകർക്ക് തന്നെയായിരിക്കും നഷ്ടം. ഒരാവശ്യവുമില്ലാതെ ഇത്തരം കേസുകൾ പെട്ടു എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ കേസിനകത്ത് നമുക്കറിയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ കേരള ആഭ്യന്തര വകുപ്പിനുമുണ്ട്. ഈ ED ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ചെയ്തതാണ്. കാരണം രാജ്യത്തെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏറ്റവും വലിയൊരു അന്വേഷണ ഏജൻസികളിൽ ഒന്നാണ്. സാമ്പത്തിക കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരളത്തിന്റെ ചരിത്രത്തിൽ അതാദ്യമായിട്ടല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത്. നിരവധിയായ കേസുകളിൽ
ED പലയിടത്തും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ED രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന ഒരു ഉപകരണമാണ് 2014 ശേഷമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപണങ്ങളും ഉന്നയിക്കാറുണ്ട്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിനകത്ത് നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഒഴികെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി അപലപിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല, ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതിഷേധ കുറിപ്പ് ഇറക്കിയതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഈ റെയ്ഡ് ചർച്ചയായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ ED ഉദ്യോഗസ്ഥർ BJPയുടെ ഒരു കളിപ്പാവയാണെന്നും ED ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് പറയാറുണ്ട്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച് മുൻ ധനകാര്യമന്ത്രി P. ചിദംബരത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം, DK ശിവകുമാറിനെ ജയിലിലടച്ച സാഹചര്യം ഉണ്ടായിരുന്നു. സോണിയാഗാന്ധി, മകൻ രാഹുൽ ഗാന്ധി തുടങ്ങി ഹിമന്ത ബിശ്വ ശർമ്മ, ഇപ്പോൾ മുൻ ആസാമിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇപ്പോൾ BJPയിൽ പോയി 2015 BJPയിൽ ചേർന്ന് പിന്നീട് ആസാമിന്റെ മുഖ്യമന്ത്രി BJPക്കാരനായി മുഖ്യമന്ത്രിയായും ചെയ്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം, പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗിന്റെ മകനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നീട് അമരീന്ദർ സിംഗ് BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ നിരവധിയായ രാഷ്ട്രീയ നേതാക്കന്മാരെ ചോദ്യം ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം കോൺഗ്രസ് വലിയ പ്രതിഷേധം ഉയർത്തിയെങ്കിലും ഇത്തരം അക്രമാസക്തമായ ഒരു പ്രതിഷേധം എവിടെയും ഉണ്ടായിരുന്നില്ല. ഇവിടെ CPMന് കൈപൊള്ളിയത് അവിടെയാണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഏത് ഏജൻസികൾക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെ അടക്കം പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെ ഒരു അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ, അവരെ കായികമായി നേരിടാനുള്ള അർഹതയും അതൊരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. അതാണ് CPMന് കൈപൊള്ളിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് CPMന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടന്നത്. പ്രമുഖ നേതാക്കന്മാരാണ് ഇപ്പോൾ ജയിലിലേക്ക് പോയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഇത് കേരള രാഷ്ട്രീയത്തിൽ ചൂടുള്ള ചർച്ചയായി നിലനിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. EDയുടെ നിലപാടിനെതിരെ സ്വരം കടുപ്പിക്കാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. വരും ദിവസങ്ങളിലും ശക്തമായ പ്രചരണങ്ങളുമായി CPMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും രംഗത്തിറങ്ങും. കഴിഞ്ഞ ദിവസം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDF-ന്റെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളെല്ലാം വലിയ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിരുന്നു. ഇടതുമുന്നണി പ്രവർത്തകർ തെരുവിൽ തന്നെ ഉണ്ടാകും. ഒരു EDക്കും പിണറായി വിജയനെ, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളായ പിണറായി വിജയനെ ഒരു അന്വേഷണ ഏജൻസിക്കും വിട്ടുതരില്ല എന്ന് തന്നെയാണ് CPMകാർ പറയുന്നത്. വരും ദിവസങ്ങളിലും ഈ ഒരു 10 വർഷമായി ഭരണത്തിന്റെ ആലസ്യത്തിലിരിക്കുന്ന CPM സമരസജ്ജമാക്കാൻ ഈ EDയുടെ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വിലയിരുത്തിയാൽ അത് തെറ്റാകുമോ? ഒരിക്കലുമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ EDയുടെ റെയ്ഡ് CPMന് ഒരു തിരിച്ചു വരാനുള്ള അവസരം നൽകിയെന്ന് തന്നെ പറയണം. പക്ഷേ അത് പൂർണ്ണമായി അംഗീകരിക്കാനും നമുക്ക് കഴിയില്ല. നിലവിലെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇത് സംഘർഷത്തിലേക്കൊന്നും എത്താതിരുന്നുവെങ്കിൽ കുറച്ചുകൂടി CPMന് അത് അനുകൂലമായി മാറിയേനെ. CPM സമരവുമായി, നമുക്കറിയാം ഇനിയുള്ള 5 വർഷക്കാലം CPM അല്ലെങ്കിൽ LDF പ്രതിപക്ഷത്തിരിക്കുന്നിടത്തോളം സമരങ്ങൾ നമുക്ക് സ്ഥിരം കാണാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സമരങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷെ അംഗീകരിക്കാൻ കഴിയാത്തത്, ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തിന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അത് സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത്. അതാണ് ഒരു ആക്രമണത്തെയും അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളെ അംഗീകരിക്കില്ല എന്ന് നേതാക്കൾ തന്നെ പറയുമ്പോൾ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായത് CPMന് തിരിച്ചടിയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവർക്ക് തിരികെ വരാനുള്ള വ്യക്തമായ ഒരു അവസരം ഇപ്പോൾ EDയിലൂടെ അല്ലെങ്കിൽ ED റെയ്ഡിലൂടെ ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ട് തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയങ്ങൾ, അതിന്റെ വിലയിരുത്തലുകൾ, പാർട്ടിക്ക് അകത്തുള്ള തന്നെ പൊരുത്തമില്ലായ്മ, ഇവയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ED റെയ്ഡുമായി വന്നപ്പോൾ CPM ഒരു മനസ്സോടെ തെരുവിലേക്ക് ഇറങ്ങിയത്. ഈ പ്രതിഷേധങ്ങളുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നു, അതിലൊന്നും യാതൊരു സംശയമില്ല. മറുവശത്ത് ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ അവർക്ക് ഊർജം പകർന്നിട്ടുണ്ട് ED റെയ്ഡും അതിനെതിരായിട്ടുള്ള സമരങ്ങൾ എന്ന് പറയുമ്പോൾ. മറുവശത്ത് വീണ വിജയൻ തെറ്റുകാരിയാണ് എന്ന് തെളിയുകയാണ് എങ്കിൽ അത് CPMന് വലിയ തിരിച്ചടിയാകും. ഇപ്പോൾ സമരങ്ങളുമായി രംഗത്ത് വന്നവരെല്ലാം ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം വരും. പിണറായി വിജയനെ ആ സമയത്ത് ഈ CPMകാർ തള്ളി പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് രണ്ട് രീതിയിലാണ്. നിലവിൽ അത് ഗുണമാക്കാൻ, അല്ലെങ്കിൽ CPMന് ED റെയ്ഡിനെ ഗുണമാക്കാൻ ആദ്യ തവണ കഴിഞ്ഞു. രണ്ടാമത് സംഘർഷത്തിലേക്ക് പോയപ്പോൾ CPMന്റെ കയ്യിൽ നിന്ന് പോയി. ഇനി വീണ വിജയൻ തെറ്റുകാരി അല്ല എന്ന് തെളിയുകയാണ് എങ്കിൽ അത് CPMന് അഡ്വാൻറ്റേജ് ആണ്. മറിച്ച് വീണ വിജയൻ തെറ്റുകാരിയാണ് എന്ന് തെളിയുകയാണെങ്കിൽ CPM വീണ്ടും പ്രതിരോധത്തിലാകും.